ഉണ്ണിമുകുന്ദൻ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ണിമുകുന്ദനോടൊപ്പം ആക്ട് ചെയ്യണം എന്നൊക്കെ, ഉണ്ണിമുകുന്ദന്റെ നാടൻ പെൺകുട്ടി, അധികം ഇങ്ങനെ ഒരുങ്ങാത്ത, നീണ്ട മൂക്ക്, അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ നാടൻ പെൺകുട്ടിയല്ലോ. അല്ല, നിന്നെ കേട്ടോ പെൺകുട്ടിയാ. അപ്പൊ മനസ്സിൽ എന്തോ ഉണ്ട്. എനിക്ക് ആരുടെ മുകളിൽ അതില്ല. ഹോപ്പ്ലെസ് എന്താ ഹോപ്പ്ലെസ് അതിന് ഇങ്ങനല്ലല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാൻസ് ഉണ്ണിമുകുന്ദനുണ്ട്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ കിട്ടുന്നുമില്ല. കേട്ട ഈ ക്വാളിറ്റീസ് ഒക്കെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ ശിവാംഗി. ഒരു മിനിറ്റ്, നീണ്ട മുക്കുന്നു ഉണ്ണിയോ മുക്കുന്ന പറഞ്ഞെന്താ? പറഞ്ഞു. അതറിഞ്ഞില്ല കുട്ടി, അറിഞ്ഞില്ലേ ഞാൻ. നീണ്ട മുക്ക്. എത്ര വയസ്സുണ്ട് സാറിന്? സാറിന് എത്ര വയസ്സുണ്ട്? സാരി ഈ എങ്ങനെ ചേട്ടൻ? ചേട്ടനാ? എല്ലാരും അവിടെ ചേട്ടനാ വിളിക്കണേ. അവിടെ ചേട്ടൻ വിളിക്കാം. അണ്ണാന്ന് വിളിക്കുന്ന പോലെ അവിടെ ചേട്ടൻ. ഉണ്ണി അണ്ണ. ഇവിടെ അണ്ണാന്നാ അണ്ണ, അവിടെ ചേട്ടന്നാ ഭർത്താവിനെ കൂടെ ചേട്ടന്ന് വിളിക്കും. അങ്ങനെ. അത് കുഴപ്പമില്ല. ഞാനൊരു ഇതിലെടുത്തിരിക്കാം. ഞാൻ ഇനി ആരും ചേട്ടയോ ചേച്ചിന്നോ വിളിക്കാൻ പോകും. ഉണ്ണി സാറ്. ഉണ്ണി സാർ. ഉണ്ണി തമ്പിന്ന് വിളിക്കാം. ഉണ്ണി അദ്ദേഹം. ഉണ്ണി അദ്ദേഹം അങ്ങനെ കാണണതേ. അപ്പൊ ഉണ്ണി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് ആവില്ല. ഇത്ര ഏജ് ഗ്യാപ്പ് നല്ലതല്ലേ? അപ്പൊ ഒരു ബേബീനെ പോലെ കൊണ്ടുപോയി പീഡിയാട്രിക്കിനല്ലേ മെച്ചൂർ ആകുമ്പത്തേനും നമ്മൾ കുറച്ച് ഇമ്മെച്ചൂർ ആയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കല്ലേ വയസ്സായി പോയില്ലേ? ഇത് കേക്കണ ഉണ്ണിമുകുന്ദനോ? ഇല്ല, എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. എന്റെ മോളാന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളു. ആ കാലത്തിലല്ലേ എന്തിനാ ഇത്ര ഏജ് ഗ്യാപ്പുള്ള ആൾക്കാർ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിന്റെ അമ്മയെ കണ്ട 50 വയസ്സ് തോന്നും. അപ്പൊ നമ്മ ഏജ് ഉണ്ടെങ്കിലും അത് നമ്മളങ്ങനെ മറച്ചൊക്കെ വരും. അതെ, കാണാൻ എന്ത് ഭംഗിയാ നോക്ക. ഉണ്ണി മുകുന്ദൻ അവർകളെ ഉണ്ണി മുകുന്ദൻ അവർകളെ എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? പഞ്ചാബി ഹൗസാ? പഞ്ചാബി ഹൗസിൽ മല്ലസിംഗ്